വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇനി തയ്ക്കാൻ പോകുന്നത് 7 വയസ്സുള്ള കുട്ടിക്ക് പറ്റിയ ഒരു ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ടാണ്. അതിനായിട്ട് 2 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അരവണ്ണം എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി തുണിയാണ് എടുക്കേണ്ടത്. മോളുടെ അരവണ്ണം എന്ന് പറയുന്നത് 25 ഇഞ്ചാണ്. അതിൻ്റെ 3 ഇരട്ടി വരുമ്പോൾ 75 ആവും. പിന്നെ നമ്മുടെ സീം അലവൻസ് 1 ഇഞ്ച് കൂടി ചേർത്ത് ടോട്ടൽ 76 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അരയിൽ വെച്ച് കൊടുക്കാനുള്ള പട്ട നമ്മൾ അരവണ്ണത്തിനേക്കാൾ 1 ഇഞ്ച് കൂടി കൂട്ടി 26 ഇഞ്ച് വീതിയിലും 5 ഇഞ്ച് നീളത്തിലുമാണ് എടുത്തിരിക്കുന്നത്. അതായത് മടക്കി അടിക്കുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വീതി പട്ട കിട്ടും. സ്കേർട്ടിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ മോൾക്ക് വേണ്ടത് 27.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ 2 ഇഞ്ച് പട്ട കുറച്ച് കഴിയുമ്പോൾ 25.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടണം. കാരണം താഴത്ത് മടക്കി അടിക്കണ്ടല്ലോ, മേളിൽ മാത്രം മതി. അപ്പോൾ 1/2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് കൂടി കൂട്ടി നമ്മൾ 26 ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത്. ഇനി തുണി നിവർത്തിയിട്ടിട്ട് മുകൾ ഭാഗത്ത് 3 ഇഞ്ച് വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ 3 ഇഞ്ചിലും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇത് മുഴുവനായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് മുഴുവൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1, 2, 3 എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലൈനിൽ നിന്ന് 1ാമത്തെ ലൈനിലേക്ക് നമ്മൾ ആ തുണി എടുത്ത് വെക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ നമുക്കൊരു ഞെറിവ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ആ 3ാമത്തെ ലൈനിൽ നിന്ന് 4ാമത്തെ ലൈനിലേക്കും ഇതുപോലെ തന്നെ നമ്മൾ തുണി എടുത്ത് വെക്കുകയാണ്. അവിടെയും നമുക്കൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതൊരു സെമി ടസർ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് വെക്കണം അതുപോലെ തന്നെ കിട്ടത്തില്ല. നമ്മൾ കൈകൊണ്ട് വലിച്ചാലൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല. അത് കാരണം കൊണ്ട് നമുക്കൊന്ന് തേപ്പ് വെട്ടി വെച്ച് നന്നായിട്ട് ഞെറിവ് പോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വളരെ ചെറിയ ചൂടിൽ നമുക്ക് തേപ്പ് വെട്ടി വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഓരോ ഞെറിവും ഇതുപോലെ എടുക്കുമ്പോൾ ഒന്ന് തേച്ച് കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ മാർക്ക് പോയത് കാരണം ഒന്നുകൂടി ഒന്ന് തെളിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് 5ാമത്തെ ലൈൻ എടുത്തിട്ട് 4ാമത്തതിൽ തന്നെ കൊണ്ടുവന്ന് വെക്കാം. അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത മാർക്കിംഗ് എടുത്ത് അതിൻ്റെ അടുത്ത മാർക്കിങ്ങിലേക്ക് കൊണ്ട് വെച്ചിട്ട് അവിടെയും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ബോക്സ് പ്ലീറ്റും എടുത്ത് ഇത് മുഴുവനാക്കി കൊടുക്കാം. ഓരോന്ന് എടുക്കുമ്പോഴും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അതല്ല എല്ലാം കൂടി ചെയ്തിട്ട് തേക്കാൻ പാടായിരിക്കും. ഇതിപ്പോൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാം നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് മെഷീനിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ലൈനിങ് എടുക്കുക എന്നുള്ളതാണ്. ലൈനിങ് തുണിയായിട്ട് നീളം എടുത്തിരിക്കുന്നത് 35 ഇഞ്ചാണ് എടുത്തത്. വീതി ഞാനിപ്പോൾ ഒരു 22 ഇഞ്ചാണ് എടുത്തത് വീതി. ഇനി നമുക്കിത് ചെറിയ ഞെറിവുകൾ ഇട്ടിട്ട്, കാര്യമായിട്ട് വലിയ ഞെറിവൊന്നും വേണ്ട, അവിടെയായിട്ട് ഇടക്കിടക്കായിട്ടാണ് ഞെറിവിട്ട് കൊടുത്തത്. ഇതുപോലെ ഞെറിവിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ലൈനിങ് തുണിയുടെ 2 അറ്റവും കൂട്ടി അടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ 3 ഇഞ്ചിൽ. അത് കഴിഞ്ഞിട്ടാണ് കണ്ടോ 3 ഇഞ്ച് മുകൾ ഭാഗത്ത് 3 ഇഞ്ച് വിട്ടിട്ടാണ് ബാക്കി അടിച്ചെടുത്തത്. അവിടെ കൊണ്ടുവന്ന് അടിച്ച് നിർത്തുകയാണ്. തീർത്ത് താഴേക്ക് അടിക്കുന്നില്ല. ഇത് ഇത്രയും സ്പേസ് നമുക്ക് മുകളിൽ വിട്ടിട്ടുണ്ട്, 3 ഇഞ്ച്. ഇനി നമുക്ക് ഈ പാവാടയുടെയും സൈഡ് വശം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 3 ഇഞ്ച് ഗ്യാപ്പ് അവിടെയും വിടുന്നുണ്ട്. മേൽഭാഗം എടുത്തിട്ട് 3 ഇഞ്ച് മാർക്ക് അടയാളപ്പെടുത്തി വെക്കുക. അത് വിട്ടിട്ടാണ് നമ്മൾ താഴേക്ക് അടിക്കുന്നത്. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഈ പാവാട നിവർത്തി എടുത്തിട്ട് വേണം ഇത് ഉള്ളിലേക്ക് കയറ്റാനായിട്ട്. പാവാട നിവർത്തി എടുക്കാം. നല്ല വശം ഫ്രണ്ടിൽ വരത്ത രീതിയിൽ കണ്ടോ, ഇതുപോലെ നിവർത്തി എടുത്തിട്ട് ഈ ലൈനിങ് തുണിയുടെ ഉള്ളിലേക്ക് പാവാട വെച്ച് കൊടുക്കുകയാണ്.
എന്നിട്ട് നമ്മൾ ആ 3 ഇഞ്ച് വിട്ടില്ലേ, രണ്ടെണ്ണത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും 3 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. രണ്ടും തമ്മിൽ ചേർത്ത് ഇതുപോലെ അടിക്കാം. ആ സെൻറ്ററിൽ വരുമ്പോൾ അവിടെ നീഡിൽ കുത്തി ഇറക്കി നിർത്തണം. ഇവിടെ ഇറക്കി നിർത്തിയിട്ട് നമുക്കിത് തിരിച്ചു കൊടുക്കാം. കറക്റ്റ് നേരെ എടുത്തിട്ട് അവിടെയും അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ സെൻറ്റർ പോയിൻ്റ് ഉണ്ടായിരുന്നല്ലോ, ആ നീഡിൽ കുത്തി നിർത്തിയവിടെ, അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ആ തയ്യലിൽ പറ്റാത്ത രീതി അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തിയെടുക്കാം. ആ ലൈനിങ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോഴാണത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഇതിപ്പോൾ പതിച്ചടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് പതിഞ്ഞിരിക്കുന്നുണ്ട്, കണ്ടോ. ഇനി നമുക്ക് നമ്മളുടെ തുണിയുടെ മുകൾ ഭാഗം, അതായത് ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. നമ്മളിത് മൊത്തത്തിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് പട്ട വെച്ച് കൊടുക്കുകയാണ്. നമ്മളൊരു 1/2 ഇഞ്ച് സൈഡിൽ വിടുന്നുണ്ട്. 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ തുണിയുടെ കൂടെ ചേർത്ത് അടിക്കുന്നത്. നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്, അതായത് ഉൾവശത്താണ് നമ്മൾ ഈ പട്ട ആദ്യം വെച്ച് കൊടുക്കുന്നത്. നമുക്കിതും ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ നല്ല വശം എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ തുണിയുടെ സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, 2 സൈഡിലും 1/2 ഇഞ്ച് വെച്ച് വിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. കണ്ടോ, നമ്മൾ ആ 1/2 ഇഞ്ച് കറക്റ്റ് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മളുടെ താഴത്തേക്ക് കറക്റ്റ് നേരെ തന്നെ വരും, കണ്ടോ, ഇങ്ങനെ തന്നെ വരും. അപ്പം നമുക്കിതൊന്ന് ഇവിടെ ഒന്ന് അടിച്ചെടുക്കാം. 2 സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ വശത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളുടെ ഈ ഇതിൻ്റെ, അതായത് താഴത്തെ ആ കട്ടിങ് ഉള്ളിലേക്ക്, ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുത്തിക്കൊണ്ട് നമുക്കതിൻ്റെ പുറമേക്ക് വെച്ച് ഇവിടെയും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെയാണ് അടിച്ച് കിട്ടിയത് കേട്ടോ. അങ്ങനെ നമ്മളുടെ പാവാട തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് മോൾക്ക് എളുപ്പത്തിന്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു സ്കേർട്ടാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്